ഹായ് ഹലോ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ മാർക്കറ്റിൽ പോവുകയാണ്. കുറച്ച് ഗ്രോസറിയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അങ്ങനെ മാർക്കറ്റിൽ പോവുകയാണ്. അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ പോകാമെന്ന് എപ്പോഴും എല്ലാ സൺഡേസിലും രാവിലെ പോകാമെന്ന് പ്ലാൻ ചെയ്യും. പക്ഷേ രാവിലെ എന്നുള്ളത് ഈവനിങ് ആണ് സാധാരണ പോവാറ്. സോ ഇപ്പം ടൈം ഒരു 7:30 ആയിക്കഴിഞ്ഞ് 7:30 ഞങ്ങൾ മെല്ലെ മാർക്കറ്റിലേക്ക് ഇറങ്ങിയാണ്. ഇപ്പം ഞങ്ങളുടെ 61 ബ്ലോക്കാണ് മാർക്കറ്റ്, 81, 82 അങ്ങനെ വേറെ വേറെ ബ്ലോക്കായിട്ട് ആണ് മാർക്കറ്റുള്ളത്. സോ കുറച്ചൊരു 5 മിനിറ്റ് നടക്കേണ്ട ദൂരം അത്രയേ ഉള്ളൂ മാർക്കറ്റിലേക്ക്. ഞങ്ങൾ നടക്കുകയാണ്. രാത്രി ആയതുകൊണ്ട് നല്ല സുഖമാണ്. പുറത്തൊക്കെ നല്ല തണുത്ത കാറ്റൊക്കെയാണ്. അപ്പം നടക്കാൻ നല്ല സുഖമാണ്. തന്നുകുട്ടിയെ സ്ട്രോളറിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പം ബേബാട്ടൻ തന്നുകുട്ടീനെ സ്ട്രോളറിൽ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ നടക്കുകയാണ്. ഇതൊക്കെ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. രാത്രിയൊക്കെ ഒരുപാട് പേരുണ്ടാവും. നല്ല സുഖമല്ലേ, കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ട് വർത്താനൊക്കെ പറയാൻ. അപ്പം ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ സ്ഥലത്തിരിക്കുന്ന സംസാരിക്കുന്നുണ്ടാവും. അപ്പം ഞങ്ങളിത് ഒരു ബ്ലോക്കിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറാണ്. ഇവിടെ ഫുഡ് കോർട്ട്, ഇതൊരു ഫുഡ് കോർട്ടാണ്. ഇവിടെ ധാരാളം ആൾക്കാരുണ്ടാവാറുണ്ട്. നമ്മളിപ്പം ഒരുപാട് വഴികളുണ്ട് മാർക്കറ്റിൽ പോകാൻ. ഞങ്ങളിപ്പം പെട്ടെന്ന് എത്തുന്നുള്ള ഒരു വഴിയിൽ കൂടിയാണ് പോകുന്നത്. ഇതൊക്കെ ഒരുപാട് ക്ലിനിക്ക് ഉണ്ട് ഇവിടെ, പിന്നെ ബ്യൂട്ടി പാർലർ, അങ്ങനെ ഒരുപാട് കടകളുണ്ട് ഇവിടെ. ഫർണിച്ചർ ഷോപ്പ്, ഞങ്ങളിപ്പം പോകുന്ന ഈ സ്ഥലത്തൊക്കെ. സോ ഇതൊക്കെ ക്ലോസ്ഡ് ആണ്. ലേറ്റ് ആയല്ലോ, അതുകൊണ്ട് ക്ലോസ്ഡ് ആണ്. ഇത് ഒരു തമിഴ് ഷോപ്പാണ്. ഞങ്ങൾ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങാറുണ്ട്. ഒരുപാട് നമ്മുടെ യൂസ് ചെയ്യുന്ന നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് തമിഴ് ഷോപ്പിൽ. സോ ഞങ്ങൾ മാർക്കറ്റ് എത്താറായി. ആ ലൈറ്റൊക്കെ കാണുന്നതാണ് കേട്ടോ മാർക്കറ്റ്. അപ്പം ഞങ്ങൾക്ക് തൊട്ട് മുന്നിലേക്ക് കൂടി പോവാം, കുഴപ്പമില്ല. പക്ഷേ തന്നുകുട്ടിക്ക് സ്ട്രോളർ ഉണ്ടല്ലോ. സോ സ്ട്രോളർ ഉണ്ടാകുമ്പം നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നത് അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ചുറ്റി വളഞ്ഞ് പോവുക സ്ട്രോളറിൽ കൊണ്ട്. ഒന്നുമില്ല, ഇവിടെ എത്തിക്കഴിഞ്ഞു. ജസ്റ്റ് ഇങ്ങനെ ഒരു ചുറ്റൽ. അവിടെ തന്നെ മാർക്കറ്റ്, ഒരുപാട് കടകളുണ്ട് ഇവിടെ. ഒരുപാട് മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു കടയിലോ നമുക്ക് വേണ്ട സാധനം കിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഷോപ്പിൽ നമുക്ക് പോവാം. ഇവിടെ സിംഗപ്പൂരിലെല്ലാം തന്നെ ഷോപ്പാണ്. തമിഴ് ഷോപ്പ് ഒന്നാമറ്റേ ഉള്ളൂ. സോ അതാണ്. ഇതൊക്കെ ഇഷ്ടംപോലെ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഈ ഷോപ്പിലുണ്ടാവും. ഐ മീൻ ഗ്രോസറി, അങ്ങനെയുള്ള വെജിറ്റബിൾസ് അങ്ങനെയല്ല. ഈ ഓരോ ഷോപ്പും ഗ്രോസറീസ് തന്നെ വെക്കുന്ന ഷോപ്പുണ്ട്, അല്ലാതെ ഉണ്ട്. സോ അങ്ങനെ ഇതൊക്കെ ഇന്ന് സൺഡേ ആണ്, അല്ല മീൻസ് ലേറ്റും ആയല്ലോ, അതുകൊണ്ടാണ് ക്ലോസ്ഡ് ആയിട്ടുള്ളത് കടയൊക്കെ. അപ്പം ബിവാട്ടന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ആ ഷോപ്പിൽ കയറിയിട്ടുണ്ട്. അപ്പം എനിക്ക് റീചാർജ് ചെയ്യണം. അതിനുവേണ്ടി ഞാനും തന്നുകുട്ടിയും കൂടി പോവുകയാണ് കേട്ടോ. ഫോൺ റീചാർജിൻ്റെ എക്സ്പയർ ആയി. സോ അത് റീചാർജ് ചെയ്യണം. ഇതൊക്കെ ജ്യൂസാണ് ആ കാണുന്നതൊക്കെ. ജ്യൂസ് കാര്യങ്ങളൊക്കെയാണ് അവിടെ വെച്ചിട്ടുള്ളത്. സോ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടക്കുകയാണ്. രാത്രി ആയതുകൊണ്ടാണ് കേട്ടോ തിരക്കില്ലാത്ത. പകലൊക്കെ നല്ല എല്ലാ ഷോപ്പും ഓപ്പൺ ആവും, അതൊക്കെ ഉണ്ടാവും. ഇവിടെയൊക്കെ ഒരുപാട് ഒരു കാര്യം എന്ന് വെച്ചാൽ ക്ലിനിക്ക്, ഒരുപാട് ക്ലിനിക്ക് ഇവിടെ. മീൻസ് ഇത് 81 ബ്ലോക്കാണ്. ഈ ബ്ലോക്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 3-4 ഇതൊരു ക്ലിനിക്കാണ്. 3-4 ക്ലിനിക്കുണ്ട്. പക്ഷെ നമ്മൾ ഭയങ്കര എക്സ്പെൻസീവാണ് ക്ലിനിക്ക്. ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. ഭയങ്കര എക്സ്പെൻസീവാണ്. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. മീൻസ് ചെറിയ ചെറിയ കേസിലാണ് പറയുന്നത്. അത് ഞാൻ റീചാർജ് ചെയ്യുന്ന കടയാണ് നേരത്തെ കണ്ടത്. സോ ഞങ്ങൾ റീചാർജ് ചെയ്തു. ഇത് കാണുന്നത് ഫിഷ് മാർക്കറ്റ്, മീൻസ് മീറ്റ് ഒക്കെ കാണുന്ന മാർക്കറ്റാണ്. ഇത് ഡെയിലി ഐ തിങ്ക് ഒരു ഉച്ചവരെയാണ് സാധാരണ ഓപ്പൺ ആയിട്ടുണ്ടാവാറ്. സോ ഞങ്ങൾ റീചാർജ് ചെയ്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങി. എന്നിട്ട് ഞങ്ങൾ മെല്ലെ നടക്കുകയാണ്. ഇവിടെയൊക്കെ ഏകദേശം ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തു. ഇവിടെയൊക്കെ ഒരു രണ്ട് സെൻറ്ററിൽ ഇവിടെയൊക്കെ ഇരുന്ന് സംസാരിക്കാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്. നല്ല സുഖമാണ്, ഇരുന്ന് സംസാരിക്കാം. കുട്ടികൾ കളിക്കുന്നുണ്ട്, അവർക്ക് കളിക്കാം. ഈ കാണുന്ന സ്പേസിലൊക്കെ അവർക്ക് കളിക്കാം. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ഷോപ്പിൽ പോവാണ്. തന്നുകുട്ടി സ്ട്രോളറിൽ ഇരിക്കുന്നില്ല. മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ആളെ കൈകാര്യം ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആൾ ഇരിക്കുകയില്ല, ഒട്ടും ഇരിക്കത്തില്ല. സോ ഇങ്ങനെ ഓടി നടക്കും. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോയതാണ്. ആളെ കൊണ്ട് ഒറ്റയ്ക്ക് സാധനം വാങ്ങാൻ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. സോ ഇതൊക്കെ വെജിറ്റബിൾസാണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ വെജിറ്റബിൾസൊക്കെ നല്ല ക്വാളിറ്റി വെജിറ്റബിൾസാണ്. നല്ല ടേസ്റ്റ്, നല്ല വെജിറ്റബിൾസൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതാണ് ഞങ്ങൾ വരാറുള്ള വേറൊരു തമിഴ് ഷോപ്പ്. ഇവിടെ നിന്ന് നമുക്ക് യൂസ് ചെയ്യുന്ന ഏകദേശ സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് കിട്ടും.
അപ്പളം ഇതൊക്കെയാണ്. പപ്പടം കുറവാ. ഇത് ദോശപ്പൊടി, ഞാൻ ദോശപ്പൊടി വാങ്ങാറുണ്ട്. തേങ്ങ വാങ്ങി, പിന്നെ ഇച്ചിരി നീരുള്ളി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങി. എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇവിടെ അപ്പളാണ് അധികം. വിവട്ടൻ അരി വാങ്ങിയാണ്. അരി ഞങ്ങളുടെ തീർന്നു. ഞങ്ങൾ പാലക്കാട് മട്ടയാണ് അധികം യൂസ് ചെയ്യാറ്. സോ വിവാട്ടിന് അവിടെ ബില്ല് ചെയ്യുന്നുണ്ട്. തന്നൂട്ടി ഒരു രക്ഷയില്ല, അവിടെ നിൽക്കുന്നില്ല, ഓടിക്കളിക്കുകയാണ്, സാധനങ്ങളൊക്കെ വലിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഞാനും തന്നൂട്ടിയും കൂടി പുറത്തിറങ്ങി. ഇതിപ്പം ഒരു ഷോപ്പിൻ്റെ മുന്നിൽ ഇങ്ങനെ കളിക്കുക. ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ട് ആൾക്ക്. അപ്പോൾ കുറച്ച് സമയം അങ്ങനെ കളിച്ചോളും. ഇവിടെ ബില്ല് ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അടുത്ത ഷോപ്പിൽ പോവാണ്. ഞാനിവിടെ എപ്പോഴും സ്റ്റക്കാവും. ഇത് ഇച്ചിരി ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ഉള്ള സംഭവമാണ്. ഈ ഷോപ്പിലൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അവിടെ നിന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങി തിരിച്ച് വീട്ടിൽ പോവാണ്. സോ ഞാൻ പറഞ്ഞു കുറച്ച് നമുക്ക് നടന്ന് ചുറ്റി വളഞ്ഞ് പോകാം. എന്താ വെച്ചാൽ രാത്രിയാണ്, നല്ല സുഖം നടക്കാൻ, ഒരു എക്സസൈസും ആയല്ലോ. സോ നല്ല ചുറ്റി വളഞ്ഞ് പോവാന്ന് വെച്ചിട്ട് ഞങ്ങൾ നടക്കുകയാണ്. ഇവിടെയൊക്കെ ആൾക്കാരൊന്നും കുറവാണ്. സോ നല്ല തിരക്കാണെന്നല്ല, കമ്പാരിറ്റീവ്ലി ഇന്ന് കുറവാണ്. പിന്നെ ലേറ്റ് ആയല്ലോ. സോ വിവാട്ടൻ സ്ട്രോളർ തള്ളയാണ്. സ്ട്രോളറിൽ സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ മെയിനായിട്ട് സ്ട്രോളർ അതിനെ എടുക്കാറുള്ളത്. സോ ബൈ ബൈ.